ഇത് രണ്ട് രാജ്യങ്ങളുടെ അതിർത്തിയായിരുന്നു. നിലത്ത് ഒരു വര മാത്രമേ വരച്ചിരുന്നുള്ളൂ. ആ ഒരൊറ്റ വരയാണ് രണ്ട് രാജ്യങ്ങളെയും വേർതിരിച്ചിരുന്നത്. ഇരുവശങ്ങളിലുമുള്ള പട്ടാളക്കാർ തങ്ങളുടെ കാവൽ ജോലി ചെയ്യുകയായിരുന്നു. ഈ വശത്തേക്ക് വരരുത് എന്ന് പറയുന്നത് പോലെ അവർ പരസ്പരം നോക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ഇല പറന്നുവന്ന് അതിർത്തി കടന്നത്. ഇത് കണ്ടയുടനെ താടിക്കാരനായ പട്ടാളക്കാരൻ തന്റെ വാളുകൊണ്ട് ആ ഇല പെട്ടെന്നെടുത്ത് മറ്റേ വശത്തേക്ക് തിരിച്ചയച്ചു. അതിനുശേഷം അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെയായി. രണ്ട് പട്ടാളക്കാരും വീണ്ടും പഴയതുപോലെ കാവൽ നിൽക്കാൻ തുടങ്ങി. വേനൽക്കാലമായിരുന്നു അത്. കടുത്ത വെയിലായതിനാൽ ഇരുവരും വിയർത്തു കുളിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ചുരുണ്ട മുടിയുള്ള പട്ടാളക്കാരന് ചൂട് സഹിക്കാൻ കഴിഞ്ഞില്ല. അയാൾ തന്റെ കൊക്കക്കോള കുപ്പി പുറത്തെടുത്ത് കുടിക്കാൻ തുടങ്ങി. താടിക്കാരനായ പട്ടാളക്കാരൻ തന്നെ നോക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ അയാൾ പെട്ടെന്ന് മറ്റൊരു കുപ്പി കൂടി പുറത്തെടുത്ത് അയാൾക്ക് നൽകാമെന്ന് കരുതി. എന്നാൽ അതിർത്തി കടക്കാൻ അനുവാദമില്ലാത്തതിനാലും നിയമങ്ങൾ വളരെ കർശനമായതിനാലും അതെങ്ങനെ നൽകും എന്നതായിരുന്നു പ്രശ്നം. അപ്പോൾ ചുരുണ്ട മുടിയുള്ള പട്ടാളക്കാരന്റെ മനസ്സിൽ ഒരു ആശയമുദിച്ചു. അയാൾ ആ കുപ്പി നിലത്തുവെച്ചു. തുടർന്ന് തന്റെ വാളൂരി. എന്തോ കുഴപ്പമുണ്ടെന്ന് കരുതി താടിക്കാരനായ പട്ടാളക്കാരൻ ആദ്യം ജാഗരൂകനായി. എന്നാൽ ചുരുണ്ട മുടിയുള്ള പട്ടാളക്കാരൻ തന്റെ വാളുകൊണ്ട് ആ കുപ്പിക്ക് ചുറ്റും ഒരു വൃത്തം വരച്ചു. ഇപ്പോൾ താടിക്കാരനായ പട്ടാളക്കാരന് കാര്യം മനസ്സിലായി. അയാൾ തന്റെ ഭാഗത്തുനിന്നുള്ള അതിർത്തിരേഖ മായ്ച്ചു കളയുകയും വളരെ ശാന്തനായി ആ കുപ്പിയെടുക്കുകയും ചെയ്തു. തുടർന്ന് ഇരുവരും സമാധാനത്തോടെ കൊക്കക്കോള കുടിച്ചു. എന്നാൽ കുടിച്ചു തീർന്നയുടനെ അവരുടെ മുഖഭാവം വീണ്ടും കർശനമായി. അവർ തങ്ങളുടെ കടമയോർത്തു. അവിടെയൊന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ താടിക്കാരനായ പട്ടാളക്കാരൻ വീണ്ടും വ്യക്തമായി ആ അതിർത്തിരേഖ വരച്ചു. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും നാളെ കാണാം.